വെൽക്കം ബാക്ക് ടു രുക്മ കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും രുക്മ കിച്ചണിലോട്ടെ വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കണ്ടോ, വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണിത്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു വിഭവമാണ് ഈ ഒരു ചില്ലി ചിക്കൻ. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നും ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ചില്ലി ചിക്കനകത്ത് ഒത്തിരി പ്രിസർവേറ്റീവ്സും കളറും ഒക്കെ ചേർത്തിട്ടുണ്ടാകും. പക്ഷേ ഇതൊന്നും ചേർക്കാതെ തന്നെ വളരെ ഒരു നല്ല ടേസ്റ്റിൽ, അതായത് നല്ല സിമ്പിളും ഈസി മെത്തേഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞ് ബെൽ ബട്ടണുണ്ട്, അതുകൂടെ പ്രസ് ചെയ്യണം. അപ്പോഴാണ് ഓൾ എന്നുള്ള ഓപ്ഷൻ വരുന്നത്. അത് പ്രസ് ചെയ്യുമ്പോഴാണ് ഞാൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലെത്തിയും അപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോസ് എന്താണെന്ന് കാണാനും പറ്റും. ഉണ്ടോ, വളരെ ടേസ്റ്റി ആയിട്ട് നല്ലൊരു ചില്ലി ചിക്കൻ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം വളരെ ടേസ്റ്റിയും വളരെ സിമ്പിളുമായിട്ട് നമുക്കൊരു ചില്ലി ചിക്കൻ എങ്ങനെ തയ്യാറാക്കും എന്നാണ് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഏകദേശം ഒരു 3/4 കിലോയോടടുപ്പിച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം വെള്ളമൊക്കെ മാറ്റിയിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. മുട്ട ഇല്ലാതെയും തയ്യാറാക്കാം, എങ്കിലും നമുക്ക് മുട്ട ചേർത്താണ് ഈ ഒരു ചില്ലി ചിക്കൻ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാൻ ഒരു മുട്ട ഒരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒത്തിരി ഒന്നും വേണ്ട, ഒന്നൊന്നും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയാൽ മാത്രം മതിയാകും. ഞാനൊരു ചെറിയ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പം മുട്ട നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു. അതായത് കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഈ മുട്ടയ്ക്കകത്തോട്ട് തന്നെ ആ ഒരു ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കൂടെ തന്നെ നമുക്ക് കുരുമുളക് പൊടിയാണിത്. അപ്പോൾ എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. ഒരു 1/2 ടേബിൾ സ്പൂണോളം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുരുമുളക് ഇട്ടിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് കുറച്ച് കോൺഫ്ലവറാണ്. അപ്പോൾ ആ കോൺഫ്ലവർ ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം ഒരു ബാറ്ററാണ് തയ്യാറാക്കുന്നത് കേട്ടോ. അതിനകത്തോട്ടാണ് ഞാനിപ്പം ഇതെല്ലാം ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി വേണ്ടത് കുറച്ച് മൈദയാണ്. മൈദ ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൈദ വേണ്ട എന്നുള്ളവർക്ക് കോൺഫ്ലവറിൻ്റെ അളവ് കുറച്ച് കൂട്ടിയാൽ മതി. ചില്ലി സോസാണ്, ഗ്രീൻ ചില്ലി സോസാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അത് നമുക്കൊരു 1 ടേബിൾ സ്പൂണോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി വേണ്ടത് നമുക്ക് സോയാ സോസാണ്. അപ്പോൾ അത് എന്തായാലും മസ്റ്റായിട്ട് ഇതിന് വേണ്ടി വരും. കാരണം നമ്മളൊരു ചൈനീസ് ഡിഷാണല്ലോ ഇത്. നമുക്കത് ഒരു 1 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് വേണം നന്നായി ഇളക്കി കൊടുക്കാൻ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുകയാണ്. ഉപ്പ് അധികം കൂടാൻ പാടില്ല, കാരണം സോയാ സോസിന് ഉപ്പുള്ളതാണ്. ഇനിയാണ് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അധികം വെള്ളമാകാൻ പാടില്ല ഇതിന്. അത് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. എന്തായാലും ഇതിനൊരു ശക്കലം കൂടെ വെള്ളം ഞാൻ ഒഴിച്ചായിരിക്കും ഇളക്കി കൊടുക്കുന്നത്. നമ്മൾ മിക്സ് ചെയ്യുവാണ്. അപ്പോൾ അതാ നമ്മൾ നല്ലൊരു ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. അധികം വെള്ളമൊന്നുമില്ല, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഞാൻ തയ്യാറാക്കി എടുത്തിരിക്കുന്ന ബാറ്ററിന്. ഇനി നമുക്ക് വെച്ചിരിക്കുന്ന ഓരോ ചിക്കൻ പീസും ഇതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം. ഇതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് 1 മണിക്കൂറോളം മാറ്റി വെക്കണം. അപ്പോൾ ഓരോന്നും ഇട്ട് നമുക്ക് ഇതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത്, കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെങ്കിൽ അതെല്ലായിടത്തും പിടിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാം നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ പീസ് എല്ലാം ഇതിനകത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത്. എന്തായാലും നന്നായി മിക്സ് ചെയ്ത് 1 മണിക്കൂർ നമുക്കിത് മാറ്റി വെച്ചൊന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണിത്. ഇതിന് ഉപ്പും ബാക്കി എല്ലാ സാധനങ്ങളും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു പാത്രമോ നന്നായിട്ട് ചൂടാക്കാൻ വെക്കുക. അതിന് ശേഷം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഈ ചിക്കൻ ഓരോന്നും ഇതിനകത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട, ഒരു ഷാലോ ഫ്രൈ ആയാലും കുഴപ്പമില്ല. അധികം അങ്ങോട്ട് ചിക്കൻ മുരിഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ അത് നന്നായിട്ട് വേകുകയും വേണം. ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം.
നമുക്കിത് പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. നേരത്തെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് അധികം ഒരു കളറും ചേർക്കുന്നില്ല. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ചില്ലി ചിക്കൻ ആണെങ്കിൽ ഭയങ്കര കളറും അജിനോമോട്ടോയും ഒക്കെ ചേർത്തിട്ടായിരിക്കും അത് നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കുന്നത്. പക്ഷേ നമ്മളിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കിയാൽ വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിനെയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിനെ ഓരോന്നോരോന്നായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുത്ത് 2 സൈഡും ഒന്ന് മൊരിയിച്ചെടുക്കണം. ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അടുത്ത സൈഡോട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഞാൻ നന്നായിട്ട് തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഈ ഭാഗം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മുപ്പിച്ചെടുക്കാം. വലിയ ഡീപ്പ് ഫ്രൈ വേണ്ട, പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ട് ഫ്രൈ ആകുന്നുണ്ട്. നമ്മൾ വറുത്ത ചിക്കനെല്ലാം ഇതുപോലെ കോരിയിട്ടുണ്ട്. ഇനി ഒരു ട്രിപ്പ് കൂടി ഇടാനുണ്ട്. അതും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ രണ്ടാമത്തെ ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. അത് ഒരു വശം നന്നായി മുരിഞ്ഞ് വന്നു. അപ്പോൾ അടുത്ത വശം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇട്ടിരിക്കുകയാണ്. ഇതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കാം. കൂടെ എടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇതൊരുപോലെ ഒരു ടിഷ്യൂവിലാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഇടാം, അതല്ലെങ്കിൽ നമുക്കത് കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റിയാലും മതി. ഇത് രണ്ടാമത്തെ സെറ്റ് ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റത്തെ ഒരു സെറ്റായിരുന്നു ഇത്. അപ്പോൾ ഇത് നമ്മൾ വറുത്തതിനകത്തോട്ട് മാറ്റുകയാണേ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സബോള ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ അരിഞ്ഞെടുക്കുകയാണ്. അതുപോലെ അതൊന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് അടർത്തിയെടുക്കണം. ഒരു 3 ഇടത്തരം സബോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. പച്ചമുളക് ഈ ഒരു ഷേപ്പിലൊന്ന് അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കം, വലിയൊരു ക്യാപ്സിക്കം സ്ക്വയർ ഷേപ്പിൽ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇനി അടുത്ത സ്റ്റെപ്പിൽ വേണ്ടത്. നമുക്കിതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ചില്ലി ചിക്കൻ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം ഇതുപോലത്തെ ഒരു കുഴിവുള്ള ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായിട്ടുണ്ട്. എപ്പോൾ നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഹൈ ഫ്ലെയിമിൽ വേണം ഉണ്ടാക്കാൻ. അതുപോലെ നമ്മൾ വറുത്ത എണ്ണയിൽ കൂട്ട് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട്. തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ആദ്യം നമ്മൾ നന്നായി തീ കൂട്ടി വെച്ചിരിക്കുകയാണ്. അതിനകത്തോട്ട് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അധികം ഇത് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് അതൊന്ന് സോട്ടായി വന്നാൽ മതി. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ആദ്യം നമുക്ക് ഇട്ട് കൊടുക്കാം. ചില്ലി ചിക്കൻ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ കണ്ടോ, നമുക്കിത് പെട്ടെന്നൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഇനി ഈ ഒരു സബോള ചേർത്ത് കൊടുക്കാം. ഈ സ്ക്വയർ ഷേപ്പിലായിരുന്ന സബോളയും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ സബോള മുഴുവൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ സബോളയ്ക്കകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, അധികം വേണ്ട. ഇതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ സ്ക്വയറായിട്ട് അരിഞ്ഞിട്ടുള്ള ഈ ഉള്ളിയും കൂടെ ചേർത്ത്, അതായത് സബോളയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒരുപാട് അങ്ങ് വഴണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കറിയാം ചില്ലി ചിക്കൻ ആകുമ്പോഴത്തേനും അധികം അങ്ങനെ ഒത്തിരി വഴണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും. അപ്പോൾ എന്തായാലും ഇതൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കേണ്ടത് ക്യാപ്സിക്കമാണ്. അപ്പോൾ ക്യാപ്സിക്കം നമ്മൾ ഇതുപോലെ തന്നെ സ്ക്വയറായി തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നിറം ഒന്നും മാറാത്ത രീതിയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. നമുക്ക് ഇതിനോടൊപ്പം തന്നെ ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുകയാണ്. ക്യാപ്സിക്കമൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് എന്താ പറയുന്നത് വഴണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ക്യാപ്സിക്കമൊക്കെ ചേർത്ത് കൊടുത്ത് ഇതൂടെ ഒന്ന് വേറെ കളറിലുള്ള ക്യാപ്സിക്കമൊക്കെ ചേർക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു ഗ്രീൻ കളറിലുള്ള ക്യാപ്സിക്കമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ജസ്റ്റ് ഇത് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും സബോളയും എല്ലാം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ക്യാപ്സിക്കവും നന്നായിട്ടൊന്ന് കളറൊന്നും പോകാതെ തന്നെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന സോയ സോസാണ്. അത് ഏതാണ്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളം വരും. അത് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം നല്ല ഹൈ ഫ്ലെയിമിൽ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ ചില്ലി സോസ് നമ്മുടെ എരിവിൻ്റെ ആവശ്യത്തിന് എടുത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അത് മുഴുവൻ നമ്മളിങ്ങനെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ടൊമാറ്റോ സോസാണ്. ഇത് കെച്ചപ്പാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അത് ഏകദേശം ഒരു 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മൾ പെട്ടെന്ന് ചെയ്തെടുക്കേണ്ടതാണ്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 1.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് ഒരു ഇളം ചൂടുവെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള കോൺഫ്ലവറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അധികം എന്താ പറയുക കൊഴുപ്പ് വേണ്ടെങ്കിൽ നമുക്കിതിൻ്റെ അളവൊക്കെ കുറച്ച് കൊടുക്കാം. അപ്പോൾ എന്തായാലും ഇതുകൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉപ്പൊക്കെ നമുക്ക് ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മൾ ചിക്കൻ ഓൾറെഡി ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടു ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല ഒരു കളറിലോട്ട് മാറുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ അതിനകത്ത് ധാരാളം എന്താ പറയുക ഫുഡ് കളറൊക്കെ ചേർത്തിട്ടായിരിക്കും വരുന്നത്. ഇപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ചില്ലി ചിക്കനൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിലാണ് ഇതിപ്പം കിട്ടാൻ പോകുന്നത്. നമുക്കിതുപോലെ കുറച്ച് ക്യാപ്സിക്കവും സവോളയും കുറച്ച് ചിക്കനും ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എന്തായാലും ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അത് അധികം വേകാനൊന്നുമില്ല, കാരണം നമ്മുടെ ചിക്കനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ്. നമുക്കിത് മുഴുവൻ ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചില്ലി ചിക്കന് ഒക്കെ ഒരുവിധം നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതൊന്ന് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് ഓൾറെഡി കുക്ക് ആയതാണ്. എന്നാലും നമുക്ക് ഈ ഒരു സോസിനകത്തെല്ലാം കൂടെ കിടന്ന് ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏതായാലും നമുക്കൊരു 3 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഞാൻ തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചു. നല്ല ഹൈ ഫ്ലെയിമിലായിരുന്നു അത് കുക്ക് ചെയ്തിരുന്നത്. ഇപ്പം ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക മല്ലിയിലയൊക്കെ വേണമെങ്കിൽ വിതറി കൊടുക്കാം. അതുപോലെ സ്പ്രിംഗ് ഒണിയൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇതൊന്നും ഇട്ടിട്ടില്ല. എനിക്ക് ഇത്രയും സാധനങ്ങളിലാണ് ഞാൻ ഇന്ന് ഈ ചില്ലി ചിക്കൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ ടേസ്റ്റാണ്. അപ്പം ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ടൊക്കെ മാറ്റിയിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചില്ലി ചിക്കൻ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മായ.